ഇപ്പോൾ ഒരു പുതിയ സിനിമ അല്ലേ, അതെ. ആനന്ദപുരം ഡയറീസ്. എന്താണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് മാഡം? ഈ സിനിമ ഇറ്റ്സ് എ കംപ്ലീറ്റ് എൻ്റർടൈൻ. ഇതിലെല്ലാം ഉണ്ട്. ഒരു സോഷ്യൽ മെസ്സേജോടൊപ്പം ഒരു കോളേജ് റൊമാൻസ് ആൻഡ് ഐ വുഡ് സേ ഇറ്റ്സ് എ പ്രോപ്പർ എൻ്റർടൈനർ. എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ട്രെയിലർ കണ്ടപ്പോൾ എല്ലാം ഉണ്ട് അതിനകത്ത്. എല്ലാം ഉണ്ട്. ക്യാമ്പസ് ജീവിതം ഒക്കെ കാണുന്നുണ്ട്. യെസ്. മാഡം ക്യാമ്പസിലുള്ള കാര്യങ്ങൾ. അപ്പം ഒന്ന് റീവൈൻഡ് നോക്കിയാൽ കോളേജ് ജീവിതം എങ്ങനെ തിരിച്ച് കാണും? ശരിക്കും പറഞ്ഞാൽ ഞാൻ കോളേജ് കണ്ടിട്ടേ ഇല്ല, പോയിട്ടേ ഇല്ല. ഞാൻ സ്കൂൾ കൂടി ഐ ഡിഡ്ന്റ് ഫിനിഷ് ഇറ്റ്. 8th തന്നെ ഐ ഹാഡ് ടു ടേക്ക് എ TC ആൻഡ് ജോയിൻ ഫിലിംസ്. സോ അതോട് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ അബൌട്ട് കോളേജ് ലൈഫ് അറ്റ് ഓൾ. എനിക്ക് ഇതുവരെ ഏത് സിനിമയിലും ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ടും ചെയ്തിട്ടില്ല. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ എം പ്ലേയിങ് എ കോളേജ് സ്റ്റുഡൻറ്റ്. ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ട്. അത് വലിയൊരു അറിവാണ് കേട്ടോ. ഇതുവരെ കോളേജിൽ പോയിട്ടില്ല എന്നും ക്യാമ്പസ് സ്റ്റോറിയിൽ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ബാക്കിലേക്ക് വെക്കാൻ ഒന്നുമില്ല, നമുക്ക് ശൂന്യമാണ്, ബിഗ് സീറോ. എന്തായാലും കുറേ സിനിമകളായി അല്ലേ? എനിക്ക് തോന്നുന്നു 40 വർഷത്തെ ഒരു എക്സ്പീരിയൻസ്. 150ഓളം അല്ലേ? മലയാളം, തമിഴ്, തെലുങ്ക്, എല്ലാ ലാംഗ്വേജ്. ഇനി ഏതെങ്കിലും ലാംഗ്വേജ് ഉണ്ടോ? ഉണ്ടല്ലോ, കുറേ. ഹിന്ദിയൊക്കെ ഉണ്ടല്ലോ. ഹിന്ദിയും ചെയ്തു, പക്ഷേ നോട്ട് ഫുൾ ഫ്ലെഡ്ജ്ഡ്ലി. മലയാളത്തിലാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ ക്യാരക്ടർ ചെയ്ത് തന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്നു, ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്നു, സുരേഷ് ഗോപിയുടെ കൂടെ അഭിനയിച്ചു, എല്ലാവരുമായിട്ട് അഭിനയിച്ചു എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ആരെങ്കിലുമായിട്ട് അഭിനയിക്കാൻ ബാക്കി നിൽക്കുന്നുണ്ടോ? ഇനി അഭിനയിക്കാൻ ആഗ്രഹമുള്ള എത്ര ആൾക്കാരുണ്ട്? ഇനി ആഗ്രഹം ആരാണ്? ദുൽഖർ, നിവിൻ പോളി, ടൊവിനോ തോമസ്, കുറേ ആൾക്കാരുണ്ട്. നെക്സ്റ്റ് ജനറേഷൻ ചെയ്യണം. തീർച്ചയായിട്ടും വേണം. എല്ലാ സിനിമയിലും വേണം. ആക്റ്റീവായിട്ട് വേണമല്ലോ നമുക്ക് സിനിമയിൽ. അപ്പോൾ ഇനിയുള്ള ആഗ്രഹങ്ങളൊക്കെ സഫലമാകട്ടെ. നല്ല നല്ല സബ്ജക്റ്റ് വരട്ടെ, ഇവരുമായിട്ട് കോമ്പിനേഷൻ ചെയ്യാനുള്ള സബ്ജക്റ്റ്. ഈ ദൃശ്യം 2 കഴിഞ്ഞിട്ട് വീണ്ടും ലാലേട്ടനോട് റോ ഡാഡി അല്ലേ? അതാണ് ലാസ്റ്റ് ലാലേട്ടനോട് ചെയ്തത്. ലാലേട്ടനുമായിട്ടുള്ള ഒരു യാത്രയുണ്ടല്ലോ, മാമിൻ്റെ ഒരു യാത്ര, വലിയൊരു യാത്രയാണ് അല്ലേ? വർഷങ്ങളായി നീണ്ടിരിക്കുന്ന യാത്ര. അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്? പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യുന്നില്ല, ബട്ട് ദാറ്റ് ഈസ് ഓൾവേസ് ദെയർ. നമ്മൾ ഫ്രണ്ട്സ് ആയ ശേഷം കുറേ കാലങ്ങൾക്ക് ശേഷം മീറ്റ് ചെയ്താലും അവർ ഫ്രണ്ട്സാണ്. ദാറ്റ് കാച്ചിങ് അപ്പ് ഈസ് ലൈക്ക് ഈവൻ മോർ ബ്യൂട്ടിഫുൾ. So and Laletan, from day one we've been like, you know, we've been friends and we had a very good rapport, and I was very close to his family. Even Varnapagadu cheyumbo thanne avarude family okke Singapore vannirunnu. So from then we've been like friends, you know, all of us, and it's a nice friendship which has grown stronger over the years. തീർച്ചയായിട്ടും. മമ്മൂക്കയും ലാലേട്ടനും വലിയൊരു വ്യത്യാസമുണ്ട് അല്ലേ? Actually they only talk about Lal sir. ഞാൻ വരുമ്പോൾ എല്ലാവരും ലാലേട്ടനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നുണ്ട്. ബട്ട് I actually have a very good rapport with Mammootka also. Actually not many people know this, but I'm good friends with Mammootka also. ഞാൻ അവരോടൊപ്പം കുറേ സിനിമ ചെയ്തിട്ടുണ്ട്, and till today we always have that mutual respect and friendship. ഈ മമ്മൂക്കയായിട്ട് ലാസ്റ്റ് ചെയ്ത് ഷൈലോക്ക് അല്ലേ? ഷൈലോക്കാണ് ലാസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത്. തുടക്കം നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയിലാണ് വരുന്നത്, തമിഴ് സിനിമ, ബാലതാരമായിട്ട് ശിവാജി ഗണേഷ് സാർ. ആ സിനിമയിലേക്ക് വന്ന ഒരു ചരിത്രം ഞാൻ കേട്ടിരിക്കുന്നത്, ഒരു ബോയ് ആയിട്ട് വേണ്ടത് ഒരു ഗേളായിട്ട് അതിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഞാൻ അറിയുന്നത്. അല്ല, അങ്ങനെയല്ല എൻ്റെ ചരിത്രം. അതെങ്ങനെയായിരുന്നു ആ സംഭവം? അവർ ആക്ച്വലി ഇറ്റ് വാസ് എ ബോയ് ക്യാരക്ടറാണ്. എന്നാൽ ഒരു ഫംഗ്ഷനിൽ കണ്ടിട്ട് തിരിച്ച് വിളിച്ചു. അവരുടെ ശിവാജി സാറിൻ്റെ വീട്ടിലേക്ക് പോയി. അവരൊക്കെ ഡിസ്കഷനാണ്, ഇത് ക്രോപ്പ് ചെയ്തേക്കാം, നമുക്ക് ഇത് മെഷർമെൻറ്റ്സ് എടുത്തേക്കോ, അങ്ങനെയൊക്കെ ഡ്രസ്സൊക്കെ ഷോർട്ട്സ് ഇടാം, നമുക്ക് പാൻറ് ഇടാം, എന്തൊക്കെയോ ദേ വർ ഹാവിങ് സം ഡിസ്കഷൻസ്. പിന്നെ അമ്മ പറഞ്ഞു, അയ്യോ എനിക്കപ്പോൾ നല്ല ലെങ്തി ലോങ് ഹെയർ ആണ്. സോ അമ്മ പറഞ്ഞു, അയ്യോ ഹെയറൊക്കെ നമ്മൾക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, ഞാൻ അവരോട് ചോദിക്കണം, അച്ഛനോട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ശിവാജി സാറാണ് പറഞ്ഞത്, മേജർ
മേക്ക് ഇറ്റ് ഗേൾ അങ്ങനെ അത് ഉൾട്ടായിപ്പോയി. സൺ ക്യാരക്ടർ ഡോട്ടർ ക്യാരക്ടർ ആയിപ്പോയി. സോ അങ്ങനെയാ എൻ്റെ സബ്ജക്റ്റിൽ തന്നെ ഒരു ചേഞ്ച് ആയി. അതെ. അവിടെ നിന്നാണ് തുടക്കം. അവിടെ നിന്നുള്ള യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് 150 മുകളിലേക്ക് ഒരു സിനിമയിൽ അല്ലേ. എന്നും ഇഷ്ടപ്പെട്ട സിനിമ ഏതെന്ന് ചോദിച്ചാൽ എല്ലാ സിനിമയും അഭിനയിച്ച എല്ലാം നമ്മുടെ സിനിമയാണല്ലേ. എങ്കിലും പറയുവാണെങ്കിൽ ഏത് സിനിമ പറയും? Oh, it's quite difficult. I would say തമിഴിൽ എൻ രാസാവിൻ മനസ്സിലെ, മുത്തു, അയ്യോ അങ്ങനെ കുറേ സിനിമകളുണ്ട്. ആൻഡ് മലയാളത്തിലാണെങ്കിൽ സാന്ത്വനം, പിന്നെ ദൃശ്യം, എല്ലാം ഓരോരുത്തരും ഓരോരോ സിനിമയ്ക്ക് എവറിത്തിങ് ഹസ് ഗോട്ട് എ ഹിസ്റ്ററി. സോ ഇറ്റ്സ് ലൈക്ക് വെരി ഡിഫിക്കൽട്ട് ടു ജസ്റ്റ് ചൂസ് 1 or 2. തെലുങ്കിലാണെങ്കിൽ സീതാരാമയ്യ గారి మనవరాలు, ചണ്ടി, ദൃശ്യം again in Telugu also. Yeah. ദൃശ്യം 3 വേണ്ടേ? വേണല്ലേ? എല്ലാവർക്കും വേണം. എനിക്ക് വേണമെന്നാണ്, പ്രേക്ഷകർക്കും വേണമെന്നുള്ളതാണ്. എനിക്കും വേണം. ഞാനും പറഞ്ഞിട്ടുണ്ട്. ജിത്തു സാർ എന്ത് പറഞ്ഞു? അറിയില്ല, അവര് ആലോചിക്കുന്നുണ്ട്. അല്ല, ഇപ്പോൾ നല്ലൊരു ആലോചനയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വരട്ടെ, നല്ല ആലോചന വരട്ടെ. ലാലേട്ടനോട് ചോദിച്ചപ്പോൾ ലാലേട്ടനും പറഞ്ഞു എനിക്കും വേണമെന്നാണ് പറയുന്നത്. അതെ, എനിക്കും വേണം. എല്ലാവർക്കും ദൃശ്യം 3 വേണം. ദൃശ്യം ഒരു സിനിമയായിരുന്നു അല്ലേ. നമ്മൾ ആ സമയത്ത് കോവിഡ് സമയത്താണെങ്കിലും ആ സിനിമ എവിടെയുള്ള മലയാളികളും ഏറ്റെടുത്തൊരു സിനിമ അല്ലേ. അത്രയും നമ്മൾ വൈഡായിട്ട് റിലീസ് ചെയ്തത് അന്നാണ് OTTയുടെ ഒരു വലിപ്പം നമ്മൾ അറിയുന്നത് അല്ലേ. ഇപ്പോൾ OTTയിൽ സിനിമകൾ വരുന്നുണ്ടെങ്കിൽ ആ ദൃശ്യം വന്ന സമയത്ത് OTTയിൽ റിലീസ് ചെയ്തപ്പോൾ ഞാൻ മീനാമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ തിയേറ്ററിൽ വരണമെന്നായിരുന്നു ആഗ്രഹം, എന്ത് ചെയ്യാനെന്ന് എന്നോട് ചോദിച്ചത്. അത് ആ ഒരു ദുഃഖം ശരിക്കും ഉണ്ടായിരുന്നു അല്ലേ. അതെ, പിന്നെ നല്ല സബ്ജക്റ്റും, പിന്നെ തിയേറ്റർ റിലീസ്, പിന്നെ തിയേറ്റർ ഫാൻസിൻ്റെ ആഘോഷം, അതൊക്കെ അതൊരു ത്രില്ലല്ലേ. സോ അത് ഇല്ലാതപ്പോൾ ബിക്കോസ് നമുക്കറിയാം ഇത് നല്ലൊരു സിനിമയായിരുന്നു, നല്ല ഒരു സബ്ജക്റ്റ് ആയിരുന്നു, നന്നായിട്ട് വന്നു സിനിമയും. സോ അത് ഓഡിയൻസോടൊപ്പം ചേർന്ന് കാണുന്നത് അതൊരു സെപ്പറേറ്റ് ത്രില്ലാണത്. സോ അത് കൂടാതെ പോയി. സോ ദാറ്റ് വാസ് ലിറ്റിൽ എന്താ പറയുക, ദാറ്റ് വാസ് എ ലിറ്റിൽ ഡ്രോബാക്ക് ഓർ സെറ്റ് ബാക്ക് എന്ന് പറയാം. ബട്ട് സ്റ്റിൽ സത്യം പറയണമെങ്കിൽ കോവിഡ് സമയത്ത് സൂപ്പർ ഹിറ്റ് കൊടുത്ത തീർച്ചയായിട്ടും ഒരു സിനിമയാണ്. അതെ, സിനിമയാണ്, ഹീറോയിനാണ്. അതെ, അത് ശരിക്കും അഭിമാനിക്കാം നമുക്ക്, നമ്മൾ തന്നെയാണ് ഹീറോയിൻ. ഈ പറയുന്ന പോലെ ഒത്തിരി സിനിമകൾ വന്നു പോകുന്നുണ്ട് അല്ലേ മാഡം, ഒത്തിരി സിനിമകൾ വന്നുകൊണ്ട്. മലയാള സിനിമകൾ കാണാനുള്ള ടൈം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അയ്യോ, സിനിമ ഇപ്പോൾ കാണുന്നത് വളരെ കുറവായി പോയി. ബിക്കോസ് സോ മെനി അതർ തിങ്സ്, ടു മെനി റെസ്പോൺസിബിലിറ്റീസ്. സോ സിനിമ കാണുന്നത് കുറച്ച് കുറഞ്ഞു. അപ്പം അപ്ഡേഷൻ കുറയുന്നുണ്ടോ? അപ്ഡേഷൻ കുറച്ച് കുറയുന്നുണ്ട്. അതെ, അത് അഭിനയിക്കാൻ അപ്പെല്ലാം വളരെ ഫിംഗർ ടച്ചിലുണ്ടാവും എല്ലാം. ഇപ്പം അത്ര ഇല്ല.